ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേകും വർഷയും കൂടെ വയനാട്ടിൽ നിന്നും തിരിച്ചു വരാനൊരുങ്ങുന്ന സമയത്താണെങ്കിൽ ശ്രീകുട്ടന്റെ അച്ഛൻ വന്ന് വർഷയെ കാണുന്നുണ്ട്. മോൾ ഇനിയെങ്കിലും ശ്രീകുട്ടനെ മറന്ന് നല്ലൊരു ജീവിതം ജീവിക്കണം, ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരില്ല, അത് മോൾ ഇനിയെങ്കിലും വിശ്വസിച്ചേ പറ്റുമെന്ന് വർഷയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നീ നന്നായി ജീവിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ശ്രീകുട്ടന്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കുമെന്നും പറഞ്ഞ് വർഷയെ സമാധാനിപ്പിച്ചിട്ട് ശ്രീകുട്ടൻ്റെ അച്ഛൻ പോകുന്നുണ്ട്. ഈ സമയത്ത് വർഷ നിന്ന് കരയുന്ന സമയത്താണെങ്കിൽ വിവേക് നിന്ന് വർഷയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹരിതയാണെങ്കിൽ അഞ്ജുവിനെ രാഹുലിനെ നാറ്റിക്കുന്നതിന് വേണ്ടി തനിക്ക് പരിചയമുള്ള പോലീസുകാരെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ റെയ്ഡ് ചെയ്ത് അവരെ രണ്ടുപേരെയും കൂടെ പോലീസിനെയും കൊണ്ട് പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും പൊതുസമൂഹത്തിൽ നാറ്റിക്കാനാണ് ഹരിതയുടെ പ്ലാൻ. ഇത് ഒളിച്ചു നിന്ന് കേൾക്കുന്ന ശർമ്മിളയാണെങ്കിൽ എന്തു ചെയ്യുമെന്നറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ശർമ്മിളയ്ക്കാണെങ്കിൽ നേരിട്ടൊന്നും ഇടപെടാൻ പറ്റുന്നില്ല. രാഹുലിനോടും പറയുവാണെങ്കിൽ ശിവനന്ദയെ ഇനി ഹരിത വല്ലതും ചെയ്യുമെന്ന് ഒരു ഭയമുണ്ട്. എന്നാൽ എങ്ങനെയെങ്കിലും രാഹുലിനെ അഞ്ജുവിനെ രക്ഷിക്കണം. ഇതിനു വേണ്ടി ശർമ്മിള നേരെ വർഷയെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിൽ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കാറിൽ കയറുന്ന സമയത്താണെങ്കിൽ ശർമ്മിളയുടെ ഫോൺ കണ്ടിട്ട് ഫോൺ എടുത്ത് വർഷ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ആൻറ്റി, രാഹുലും അഞ്ജു സേഫായിട്ടിരിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശർമ്മിള പറയുന്നുണ്ട്, മോളെ ഫോൺ വിളിച്ച് വെച്ചതിന് ശേഷം തന്നെ ഹരിത ഇവിടെ വന്നിരുന്നു. ഹരിത അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളും രാഹുലിനെ അഞ്ജുവിനെ ഇറക്കിവിട്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ശർമ്മിള വർഷയോട് പറയുന്നുണ്ട്. ഇതേ സമയം വർഷയാണെങ്കിൽ ഫോണിൻ്റെ സ്പീക്കർ ഓണാക്കി വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവേകും എല്ലാ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം കേട്ട വർഷയ്ക്കാണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. എങ്ങനെ അഞ്ജുവിനെ രക്ഷിക്കുമെന്നറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശർമ്മിളയോട് വർഷ പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റി സമാധാനമായിട്ടിരിക്കുക, ഞാൻ എങ്ങനെയെങ്കിലും അഞ്ജുവിനെ രാഹുലിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇവിടുന്ന് ചെല്ലാൻ തന്നെ ഒരുപാട് സമയം പിടിക്കും, ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാനാന്ന് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അഭിരാമിയെ വിളിക്കുന്നുണ്ട്. അഭിരാമിയെ വിളിച്ചുണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അഞ്ജുവിനെ രാഹുലിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അഭിരാമിയോട് പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, താനൊന്നും കൊണ്ടും പേടിക്കണ്ട, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അഭിരാമി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട്, തനിക്ക് ഇവിടെ വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് വേറെ എങ്ങും പോകാനായിട്ടില്ലെന്ന് പറയുമ്പം വിവേക് ചോദിക്കുന്നുണ്ട്, എന്നാലും എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ, ഇനി ഈ ഇടയ്ക്കൊന്നും നമ്മൾ ഇങ്ങോട്ട് വരില്ലല്ലോ, തനിക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പറയുമെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, എനിക്ക് ഒരിടത്തും കൂടി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പം പോകാൻ തോന്നുന്നില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അഞ്ജുവിൻ്റെ രാഹുലിൻ്റെ സാഹചര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടെന്ന് വർഷ പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, താനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അഭിരാമി എല്ലാം നോക്കിക്കോളാന്നല്ലേ പറഞ്ഞേ, അഭിരാമി എന്തായാലും എല്ലാം നോക്കിക്കോളും, ഇത്തവണ ഹരിത ചമ്മി നാണം കെട്ട് പോകും, അല്ലാതെ എന്താ സംഭവിക്കാനെന്ന് വിവേക് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എനിക്കെന്നാൽ എൻ്റെ അമ്മയും ആർച്ചയും ഉറങ്ങുന്ന ഞങ്ങൾ താമസിച്ചിരുന്ന വീട് നിന്നിരുന്ന സ്ഥലത്തൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്ന സമയത്ത് വിവേക് വർഷയും കൂട്ടി അവിടെ എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഇപ്പോൾ യാതൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. അവിടെ എത്തുന്ന വർഷ അമ്മയെയും അനിയത്തിയെയും പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് അവിടെ നിന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് വിവേക് എന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്, താൻ ഇനി കരയൊന്നും വേണ്ട, അവരുടെ എല്ലാ ഓർമ്മ തൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ താൻ കരയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ വിവേക് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വർഷയും വിവേകും കൂടി തിരിച്ചു പോകുന്ന സമയത്ത് വിവേക് എന്ന് കാറിൻ്റെ ബാക്ക് ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വർഷ അത് അടച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഫ്രണ്ടിൽ ഇരുന്നോളാം, ഇനി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നേ യാത്ര ചെയ്യുന്നോളാം എന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് താൻ കയറി ഇരിക്കടോ എന്ന് പറയുന്നുണ്ട്. അതിനെന്തിനാ വൈകിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർഷ കാറിൽ കയറിയിരുന്നിട്ട് വിവേകിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരുടെയും തെറ്റിദ്ധാരണകളെല്ലാം മാറി, ഇരുവരുടെയും പിണക്കം മാറി, എങ്ങനെയെങ്കിലും അവർ ഒന്നിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് അഞ്ജുവും രാഹുലും കൂടി മൃദുലിൻ്റെ വീട്ടിൽ ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട്, എത്രയും പെട്ടെന്ന് വിവേകം വർഷയും തിരിച്ചു വരുമ്പം അവരോടൊപ്പം എങ്ങനെയെങ്കിലും ഡാൻസി വില്ലയിൽ എത്തുന്നത് വരെ എനിക്ക് നല്ല ടെൻഷനുണ്ടെന്നൊക്കെ പറയുമ്പോൾ രാഹുൽ അഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. താൻ ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. മാത്രമല്ല ചതിയിലൂടെ ഹരിത നേടിയ എല്ലാ സ്വത്തുക്കളും ഞാൻ തിരിച്ചു പിടിക്കും, എന്നിട്ട് താൻ അവിടെ വന്ന് ഞാൻ സുഖമായിട്ട് ജീവിക്കാം, അവിടെ എല്ലാ ജോലിക്കും വെവ്വേറെ ആളുകൾ കാണുമെന്നൊക്കെ പറഞ്ഞ് അഞ്ജുവിനോട് പറയുന്ന സമയത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീടിൻ്റെ മുന്നിലൂടെ ആണെങ്കിൽ പോലീസ് ഇങ്ങനെ വന്ന് അവിടെ ആളുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളും ഉണ്ട്, അവരെല്ലാം കൂടി വന്ന് ഡോർ തട്ടുന്നുണ്ട്. അങ്ങനെ രാഹുലും അഞ്ജുവും പുറത്തിറങ്ങുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഇവരെ തെറ്റായി ചിത്രീകരിക്കുന്നുണ്ട്. തൻ്റെ വീടാണോ ഇതെന്ന് ചോദിക്കുന്ന സമയത്ത് രാഹുൽ പറയുന്നു, അല്ല, പിന്നെ താനെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ കൂടെ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് തെളിവുണ്ടോയെന്ന് ചോദിക്കുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, അതിന് ഞാൻ
കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ടെന്ന് പറയുന്ന സമയത്ത് അതുപോലെ അതിന് തെളിവ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം കൂടെ നിന്ന നാട്ടുകാരും പറയുന്നുണ്ട് ഇയാളെ ഇവിടെ എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല, ഇവിടെ എന്തോ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ പറയുന്ന സമയത്ത് രാഹുലിന് ദേഷ്യം കയറി വരുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്നിട്ട് തെളിവ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തെളിവ് ചോദിക്കുമ്പം രാഹുലിൻ്റെ കയ്യിലാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് കുറച്ച് സാവകാശം തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് തന്നെ ഹരിത അങ്ങോട്ട് വന്നിട്ട് എനിക്കറിയാവുന്ന പയ്യനാണ് രാഹുൽ, അയാളെ വെറുതെ വിടണം, ഇവളാണ് തെറ്റുകാരി, ഇവളെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് നാറ്റിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് അവളെ മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ അഞ്ജുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അഭിരാമി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് കുറേ ലോ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് അവരെ കുഴയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ 6 മാസത്തിന് മുമ്പേ രജിസ്റ്റർ മാരേജ് ചെയ്തതാണ്. ആ സമയത്ത് എടുത്ത ഫോട്ടോയും പോലീസിനെ കാണിക്കുന്നുണ്ട്. കൂടാതെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് പോലീസിനെ കാണിക്കുന്നുണ്ട്. അന്നേരം ഹരിത പറയുന്നുണ്ട് ഇതെല്ലാം ഫേക്കാണ്, ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുമ്പം പോലീസ് പറയുന്നുണ്ട് അത് ഉള്ളയാണോ കള്ളമാണോ എന്ന് അറിയുന്നതിന് കുറച്ച് സമയം പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി പറയുന്നുണ്ട് ലീഗലി മാരീഡ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നതിന് കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് പോലീസിനോട് ഒരുപാട് തർക്കിക്കുന്നുണ്ട്. ഈ സമയം രാഹുലിനും അഞ്ജുവിനും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇത്തവണ ഹരിതയുടെ പ്ലാനെല്ലാം ചീറ്റിപ്പോയെന്ന് മാത്രമല്ല ചമ്മി നാണം കെട്ട് നിൽക്കുന്ന ഹരിതയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.